السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നബിതങ്ങളെക്കുറിച്ച്, നബിതങ്ങളുടെ സീറത്തിനെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മാതൃക. സീറത്ത് നബിനെ കുറിച്ച് നാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം മാത്രം നമ്മൾ പറഞ്ഞാൽ അത് മതിയാകുകയില്ല. ആ ചരിത്രത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ശരിക്കും കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള രൂപം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെയും മാനദണ്ഡമാക്കേണ്ടത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെല്ലാം പുറത്താക്കിയിട്ടില്ല, എല്ലാവരും അകത്തേക്കാണ് കൊണ്ടുവന്നത്. ഒരാൾ എങ്ങനെയാണോ, അയാളുടെ ഏതവസ്ഥയിലാണോ ഉള്ളത്, അദ്ദേഹത്തിനെ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ സ്വീകരിച്ചു. അറിവ് കുറഞ്ഞവൻ, തെറ്റുകൾ ചെയ്തവൻ, ദരിദ്രൻ, സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും തള്ളിക്കളഞ്ഞില്ല. എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടു നടന്നു. അവൻ്റെ തെറ്റിനെ ശരിയാക്കി. ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഷ്ടപ്പെടുത്തിയില്ല. ഒരു ഗ്രാമീണനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചപ്പോൾ സഹാബികൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടേക്ക്. സ്നേഹത്തോടെ അയാളെ പിന്നീട് പഠിപ്പിച്ചു കൊടുത്തു. തെറ്റിനെ നമ്മൾ തിരുത്തണം. തെറ്റ് ചെയ്ത മനുഷ്യനെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിറു വലാ തുഅസ്സിറു, യസ്സിറു വലാ തുഅസ്സിറു, ബശ്ശിറു വലാ തുനഫിറു. എളുപ്പമാക്കുക, പ്രയാസപ്പെടുത്തരുത്. സന്തോഷം നൽകുക, ആളുകളെ അകറ്റരുത്. നമ്മുടെ കുടുംബത്തിലും മഹല്ലിലും മദ്രസയിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഈ സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. ഇവൻ ശരിയല്ല, ഇവനെ ഒഴിവാക്കാമെന്നല്ല, ഇവനും നമ്മളുടെ ആളാണ്, ഇവനെയും കൂടെ കൊണ്ടുപോകാം എന്നാകണം. ഇതിൽ മാത്രം നമ്മളുടെ സീറത്ത് അവസാനിക്കില്ല. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മോഡലാണ്. ഒരു പിതാവായി എങ്ങനെ പെരുമാറണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ കാണണം. നമ്മൾ കുട്ടികളോട് എങ്ങനെ സ്നേഹം കാണിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണണം. ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണം. സുഹൃത്തുക്കളെ എങ്ങനെയോട് പെരുമാറണം, സുഹൃത്തുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണണം, മനസ്സിലാക്കണം, പഠിക്കണം. നമ്മളെ എതിർത്തവനോട് പോലും എങ്ങനെ പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അധികാരം കിട്ടുമ്പോൾ എങ്ങനെയാണോ, പ്രയാസം വന്നാൽ എങ്ങനെയായിരിക്കണം, വിജയം വന്നാൽ എങ്ങനെ വിനയമുള്ളതാകണം, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് പാഠമുണ്ട്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറത്തിലേക്ക് അതിലെല്ലാം നമുക്ക് പകരാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ മാത്രമല്ല മാതൃക, നമ്മളുടെ വീട്ടിൽ മാതൃകയാണ്, നമ്മുടെ കച്ചവടത്തിൽ മാതൃകയാണ്, നമ്മുടെ സൗഹൃദത്തിൽ കൂട്ടുകൂട്ടൽ മാതൃകയാണ്, നമ്മുടെ നേതൃത്വത്തിൽ നമുക്ക് മാതൃകയാണ്, നമ്മുടെ സംസാരത്തിൽ മാതൃകയാണ്, നമ്മളുടെ കരുണയിൽ മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലെ നമ്മളും ഒരു മോഡലാകണം, മാതൃകയാകണം. ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മിലൂടെ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നമ്മളും ഒരു മാതൃകയാണ്. കാരണം എല്ലാവരും നമ്മൾ കാണുകയാണ്, നമ്മളെ പ്രവൃത്തികളെ കാണുകയാണ്. നമ്മളെ കുട്ടികൾ നമ്മളെ കണ്ട് ദീൻ പഠിക്കണം, നമ്മളെ ജീവനക്കാർ നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കണം, നമ്മളുടെ അയൽവാസികൾ നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിനെ സ്നേഹം അറിയണം. നമ്മോട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ പോലും പറയണം, അദ്ദേഹത്തിന് എന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അദ്ദേഹം എന്നെ ഒരിക്കലും അപമാനിക്കില്ല. അതായിരിക്കണം നമ്മളുടെ അഖ്ലാഖ്, നമ്മളുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ആയിത്തീരണം. നമ്മുടെ വാക്കുകളേക്കാൾ മുമ്പ് നമ്മളുടെ ജീവിതം ദഅവത്ത് ചെയ്യണം. നമ്മുടെ പ്രസംഗത്തെക്കാൾ മുമ്പ് നമ്മുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തണം. അത് നമ്മൾ തുടങ്ങേണ്ടത് നമ്മളെ വീടുകളിൽ നിന്നാണ്. പുറത്ത് നമ്മൾ വളരെ നല്ലവരായിരിക്കാം, പക്ഷേ
നമ്മളുടെ വീട്ടിലുള്ള പെരുമാറ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? മക്കളോട് സംസാരിക്കുമ്പോൾ ഉണ്ടോ? വയസ്സായ മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറത്തുൻ നബി ജീവിതം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടിലേക്കാണ് വരേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരണം, നമ്മുടെ മഹലുകളിലേക്ക് വരണം, പിന്നീട് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഈ സീറത്തിനെ നബിതങ്ങളുടെ ജീവിതത്തിനെ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ കാലത്തിന് വേണ്ടത് ഇന്ന് ആളുകളെ വേർതിരിക്കുന്നത് വളരെ എളുപ്പമാണ്, കുറ്റം കണ്ടെത്താനും എളുപ്പമാണ്, ഒരാളെ വിമർശിക്കാനും ഒഴിവാക്കാനും എളുപ്പമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി അതല്ല. ചേർക്കുക, സ്നേഹിക്കുക, തിരുത്തുക, ക്ഷമിക്കുക, കൂടെ നടത്തുക, ഉയർത്തിക്കൊണ്ടുവരിക നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ജനങ്ങളെ നമ്മൾ ചേർക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, കൂടെ കൊണ്ട് നടക്കണം. നമ്മളെ കൂട്ടത്തിൽ താഴെയുള്ള ആൾക്കാരെ നമ്മൾ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുള്ള നമുക്കുള്ള മാതൃക. ആളുകളെ തള്ളുന്ന മതിലുകളാകാതെ അവരെ അകത്തേക്ക് സ്വീകരിക്കുന്ന വാതിലുകളായിട്ട് നമ്മൾ മാറണം. അവസാനം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, എൻ്റെ കുടുംബം എന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖ് കാണുന്നുണ്ടോ? എൻ്റെ സുഹൃത്തുക്കൾ എന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത കാണുന്നുണ്ടോ? എൻ്റെ സ്ഥാപനത്തിലുള്ളവർ എന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതി കാണുന്നുണ്ടോ? എന്നോട് തെറ്റ് ചെയ്തവൻ എന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ കാണുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മുടെ സീറത്തുൻ നബി പരിപാടിയുടെ ഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് മടങ്ങുക മാത്രമല്ല, നബിയെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് നമ്മൾ മടങ്ങണം. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അഭിമാനമാണ്, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വഴികാട്ടിയാണ്, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മാതൃകയാണ്. ആ മാതൃക എൻ്റെ വീട്ടിലും എൻ്റെ ജോലിയിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഞാനത് പ്രതിഫലിപ്പിക്കും എന്ന നിയത്തോടുകൂടി നമുക്ക് ഇവിടുന്ന് മടങ്ങുന്നവരായി തീരണം. നമ്മളുടെ മക്കളെ നബിതങ്ങളുടെ സീറത്തിനെ നമ്മൾ പഠിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് ഇത് മിനിമം ഇന്നുള്ള കാലഘട്ടത്തിൽ ഇതെങ്കിലും അവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനങ്ങളെ പരിപൂർണമായ രൂപത്തിൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.